മൂന്നാറിൽ വരുമ്പോൾ മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പ് കല്ലാർ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ തേയിലത്തോട്ടങ്ങളൊക്കെ ആരംഭിക്കുന്നത് കല്ലാറിന് അപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഈ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാടമം പ്ലാന്റേഷനാണ്. ആ കാടമം പ്ലാന്റേഷൻ നടുവിൽ ഒരു കിടക്കാച്ചി പ്രൈവറ്റ് പൂൾ വില്ലയുണ്ട്. ഈ കാണുന്ന പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. വൈൽഡ് സോൺ ഹോളിഡേ ഹോം എന്നാണ് ഇതിൻ്റെ പേര്. 6 ബെഡ്റൂമുകളുണ്ട്. 6 ബെഡ്റൂമുകളിലായിട്ട് നിങ്ങൾക്ക് 6 ഫാമിലീസിനോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 18-20 പേർക്കൊക്കെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പൂള് തന്നെയാണ്. ഫുൾ പ്രൈവസിയോടുകൂടി ആ ഒരു കാടമം പ്ലാന്റേഷൻ വ്യൂയിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ക്യൂട്ട് സ്വിമ്മിംഗ് പൂൾ. നിങ്ങൾക്ക് രാത്രി വരെ പൂളൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു റിസോർട്ടിലൊക്കെ പോയി താമസിക്കുന്ന പോലൊന്നുമല്ല. ഇവിടെ നിങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ കെയർ ടേക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഈ ഒരു വീട് മൊത്തത്തിൽ ഒരു ടീമിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതായത് ഒരു ഫാമിലിയാണ് ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ പ്രൈവസിയോടുകൂടി നിങ്ങൾ കൂടെ വന്ന ആൾക്കാരുമായിട്ട് അടിച്ച് പൊളിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഹോളിഡേ ഹോമാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിന്ന് താമസിക്കുന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ നല്ല കിഡിലൻ മഴക്കാരൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല തണുപ്പുണ്ട്. ആ എറണാകുളത്തെ അല്ലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂടിൽ നിന്നും ഒരു മോചനം നേടാനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇതുപോലെയുള്ള ഒരു കാടിന് നടുവിൽ എന്ന ഫീല് കിട്ടുന്ന തരത്തിലുള്ള വീടുകളിലൊക്കെ വന്ന് 1-2 ദിവസമൊക്കെ റിലാക്സ്ഡ് ആയിട്ട് താമസിക്കാൻ പറ്റിയ കിഡിലൻ ആംബിയൻസ് ആണ്. അപ്പം പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകൾ. സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് ഈസ് ഇൻ മൂന്നാർ. പരിപാടിയാ അവിടെ ഇരുന്ന ആ സാധനല്ല എന്റെ നാണം ഉണ്ടോടാ ഇവക്ക്? സേതം നിനക്ക് നാണം ഉണ്ടോ അവനോട് ഇരുന്ന് വഴക്കുണ്ടാക്കാൻ? പാവം കഷ്ടമുണ്ട് അവന്. ക്യാരംസ് എന്താന്ന് പോലും അറിയാത്ത പാവം ചെറുക്കന് അവന്റെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു. അതെ, പൂളിലിറങ്ങാം. നമ്മളിവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും മഴ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമുക്കൊരു മാംഗോ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊണ്ട് തന്ന്. അപ്പോൾ നമ്മളിവിടെ ക്യാരംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് 2, 4, 6, 7, 8, 9, 10 തൈ. അതാണ് മേഡം. എത്രയാ മേഡം? റെഡും വൈറ്റും കൂടെ ഒരുമിച്ച് ഒറ്റയടി കിട്ട ആളാണ് മേഡം. ഈ അഹങ്കാരം നമുക്ക് നേരോടെ പിഴുതു കൊടുക്കണം. ഓക്കെ, പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ഫുഡിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെഫിനെ ഹയർ ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനത്തെ പല ഡിഫറെന്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമുക്കിവിടെ ലഞ്ച് ഇത്ര സാധനങ്ങളുണ്ട്. ഫ്രൈഡ് റൈസ്, പപ്പടം, പിന്നെ ഫിഷ് കറി, പിന്നെ ഇതെന്ത് സംഭവം? നെല്ലിക്ക കറിയോ? ഇത്രയും നെല്ലിക്ക കറി. അത് ആദ്യം കേട്ടോ, നെല്ലിക്ക കറി. അച്ചാറാണോ? നെല്ലിക്ക കറി ആയിട്ട് തോന്നുന്നു. പിന്നെ ഒരു മെഴുക്കുവരട്ടി, പിന്നെ പുളിശ്ശേരി. അച്ചാറല്ലേ? ഇത്ര അച്ചാറോ? സാറ് അച്ചാർ ഇത്രയല്ലേ വരുള്ളൂ. ഒരു വലിയ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ വറുത്തമുണ്ട്, ചിക്കൻ ഉണ്ട്, പഴമുണ്ട്, പിന്നെ പനീറുണ്ട്, ചോറുണ്ട്. ഇത്ര സാധനങ്ങളുണ്ട്. ചോറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മഴ കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് പൂളിലിറങ്ങണം. ഋഷി സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അവൻ പൂള് കാണുന്നത്. ഈ തണുപ്പത്ത് തന്നെ പൂളിൽ ഇറങ്ങണം അല്ലേ? തണുപ്പത്ത് പൂളിൽ ഇറങ്ങണമെന്നാണ് ഋഷി പറയുന്നത്. ഇറങ്ങോ നീ? എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പായോണ്ടാണ് ഞാൻ ടീഷർട്ട് ഇട്ട് ഇറങ്ങുന്നത്. എന്നാ ഋഷിക്ക് വിട്. അതിന് വേണ്ടാന്ന് ഞാൻ എന്ത് ചെയ്യാനാ? തണുപ്പുണ്ട്, കുഴപ്പമില്ല. വരുന്നോ? പൂൾ ഡ്രസ്സ് മാത്രം കൊണ്ടുവരിക ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട്. നിങ്ങൾക്ക് രാത്രി വരെ പൂൾ യൂസ് ചെയ്യാം. പ്രൈവറ്റ് പൂളാണ്, രാത്രി വരെ യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ചെറിയ പൂളാണെങ്കിലും അടിപൊളിയാണ് അല്ലേ? നൈസാണ്, സംഭവം പൊളിയാണ്. വീട് മിക്കാറും ഇപ്പൊ തന്നെ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? എന്താ ഉദ്ദേശം? തണുപ്പ്. വാ ഇറങ്ങണ്ടേ? നിനക്കല്ലേ ഇറങ്ങണം എത്ര നേരം? വാശി. ഇതാരാ? ഋഷിയാണോ? എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പേരുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് ഇറങ്ങി നിന്ന് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും തണുപ്പൊക്കെ പോകും. അവനെ ഇറക്കിയല്ലോ, അവന്റെ അവിടെ മുങ്ങി നിൽക്കുവല്ലേ, ഫുൾ സെറ്റ് ഓണായി നിൽക്കുവല്ലേ അവനവിടെ, അല്ലടാ? പിന്നല്ല. ഇഷ്ടപ്പെട്ടോ ഋഷിക്ക് മൂന്നാർ? ഹൗ ഇസ് മൂന്നാർ? സ്ഥലം എങ്ങനെയുണ്ട്?
നോക്കണം വിറക്കുന്ന കണ്ടോടാ. അതാടാ അവനെ തണുപ്പിതാക്കുന്നത് കേട്ടോ. കഷ്ടമുണ്ട് കേട്ടോ. അവൻ വിറയ്ക്കുന്നുണ്ടോ അവിടെ നിന്നിട്ട്? അവിടെ ഇരുന്നോ, നീന്തിപ്പോ. അപ്പ എടുക്കടാ അവനെ, ശരിക്കും ഉണ്ടല്ലോ ഇതുപോലെ ഒരു പ്രൈവറ്റ് പൂൾ വില്ല കിട്ടാനായിട്ട് അതെന്തായാലും അടിപൊളിയാണ്. എന്നാലോചിച്ച് മൂന്നാറിൽ ഇതുപോലെയുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല, അതും ഇവിടെ ഫുള്ള് മറ്റേ കാടമം പ്ലാന്റേഷൻസ്, അവിടെ ഇതൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. മറ്റേ എന്താ പറയുക, പ്ലാവും, പിന്നെ മറ്റേ എന്തായാലും പാഷൻ ഫ്രൂട്ടൊക്കെ നിൽപ്പുണ്ട് അവിടെ. മാവുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. മേളിൽ നോക്കുമ്പോ എന്ത് വ്യൂ അല്ലേ. അടിപൊളി. അതെ, ഒരു രക്ഷയില്ല. മേളിൽ നോക്കുമ്പോ ഭയങ്കര വ്യൂ ആണ്. ഞങ്ങള് ഇവിടെ ഞാനും മാറി ഞങ്ങള് ഫുൾ ഡ്രോണൊക്കെ പറത്തി റീൽസിനുള്ള വിഷ്വൽസ് ഒക്കെ എടുത്തു, അല്ലാതെ ഫുൾ സംഭവങ്ങളൊക്കെ എടുത്തു. ഇതുപോലുള്ള ഹോം സ്റ്റേകളാണ്, ചെറിയ ഹോം സ്റ്റേ തന്നെയാണ് ബേസിക്കലി. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള പ്രൈവറ്റ് പൂൾ വില്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും റൂംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 3-4 ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര അഫോർഡബിളായിട്ട് താമസിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് എത്രയാണ്, ഒരു 1000-1500 രൂപ താഴെ വരുള്ളൂ. ഇത്രയും നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇത്രയും പ്രൈവസിയോടുകൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം റിസോർട്ടുകളിൽ ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് റിസോർട്ടിൽ പോകാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവസി, ഫുൾ പ്രൈവസി. ഇപ്പോൾ ഒരു ഫാമിലി, 2 ഫാമിലി, 3 ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഫുൾ പ്രൈവസിയോടുകൂടി വി ക്യാൻ സ്പെൻഡ് ടൈം. അതാണ് സംഭവം. നമുക്കൊരു 3-4 ഫാമിലി ആയിട്ടൊക്കെ വരികയായിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു അല്ലേ. ശരി, എന്താ ഇറങ്ങാത്തെ? തണുത്ത വെള്ളം ഇറക്കാം, ബാ. നിങ്ങൾ പനി പിടിച്ചിടുന്ന ആരെങ്കിലും നോക്കാൻ വേണ്ടി എന്നാലും അത് ശരി, ഓക്കെ. ഇവിടെ ഒരാൾക്ക് തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പൂളൊക്കെ ആണെങ്കിലും അടിപൊളി നീറ്റാണ്, സംഭവമൊന്നുമില്ല. മാങ്ങ നിൽക്കുന്നുണ്ടോ അഭി? എന്തായാലും മാങ്ങ പറിക്കാം. ചൂട് വെള്ളമോ? ഇതിനെ ചൂടെന്നാണോ പറയുന്നേ? ശരിക്കും മേളിൽ കയറിയിരിക്കുമ്പോഴാ തണുക്കുന്നത്, താഴെയാണ് ചൂട്. വേണ്ട മോനെ, വേണ്ട. മുങ്ങടാ അപ്പ, മുങ്ങ. നീ ഇറങ്ങടി. ഇറങ്ങുന്നില്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മൂന്നാറാണ് അല്ലേ? നമ്മളിപ്പോ മൂന്നാറിലാണ്. മൂന്നാറില് സ്വിമ്മിംഗ് പൂളിൽ തണുപ്പത്ത് വന്ന് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ്. അത് വല്ലാത്തൊരു കഥയാണ്. എറണാകുളത്ത് ചൂടുള്ള സ്വിമ്മിംഗ് പൂൾ സ്വന്തമായി വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും പറ്റാതെ മൂന്നാറിൽ നിന്ന് തണുപ്പത്ത് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ്, പറയാൻ പറ്റാത്ത വാക്കാണ്. എടാ, നീ അവന്റെ കയ്യിൽ കൊടുക്കടാ ബാറ്റ്, എന്നിട്ട് നീ ബോൾ എറിഞ്ഞു കൊടുക്കടാ. നീ മിടുക്കനാണല്ലോ. അങ്ങനെ നമുക്ക് റൂം ടൂർ അല്ല, ഹൗസ് ടൂർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൂൾ വില്ല ടൂർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അതായത് ഈ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ ഇവിടുത്തെ 2 കെയർ ടേക്കേഴ്സ് ഉണ്ട്, വേറെ കുക്കും ഉണ്ട്, വേറെ അല്ലാതെ വേറെ ആരുമില്ല, വേറെ ഗസ്റ്റ് ആരുമില്ല. ഇത് അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം. ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വന്ന് താമസിക്കാം. അകത്ത് കുറെ റൂംസ് ഉണ്ട്. താഴെ എത്ര റൂംസ് ഉണ്ട്? നമുക്ക് 3 റൂം, മുകളിൽ 6 റൂംസ് ഉണ്ട്. 6 12, 15, 18, 20, 22 പേര്, 21 പേര് വരെ താമസിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ചെറിയ ബസ്സും ട്രാവലറും ഒക്കെ ഇറങ്ങി വരും. അതൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനും തിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഇടുക്കിയിലൊക്കെ കാണുന്ന പോലെ ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ഇടുക്കി വീട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് റൂം ഉണ്ട്, ചെറിയൊരു ലിവിംഗ് റൂം ഉണ്ട്. പക്ഷെ നമുക്ക് ലിവിംഗ് സ്പേസിലൊന്നും ആരും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം പുറത്ത് കിടക്കുകയാണ്, സ്ഥലം മുകളിൽ കിടക്കുകയാണ്. സോ അതുകൊണ്ട് അതൊന്നും വറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ 10-20 പേരുണ്ടെങ്കിൽ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ അടുക്കളയാണ്. സോ അടുക്കളയിൽ നമുക്ക് പ്രവേശനമില്ല. ഹലോ, എക്സ്ക്യൂസ് മീ, തുറക്കോ? നമുക്ക് കട്ടൻ കാപ്പി ഉണ്ടോ? കട്ടൻ കാപ്പി? ഞങ്ങൾക്ക് കട്ടൻ കാപ്പി.
ഓക്കെ ശരി ഓക്കെ. അടുക്കളയിലേക്ക് നമുക്ക് പ്രവേശനമില്ല, കാരണം അടുക്കള നമുക്കിവിടെ കുക്ക് ചെയ്യാൻ അനുവാദമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ കുക്ക് ചെയ്ത് തരും, അതിന് ഷെഫിന് പൈസ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, അതിന് പൈസ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ താഴെ 3 ബെഡ്റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്, 2 ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി ആണ്, നോട്ട് ബാഡ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു റൂം ഉണ്ട്, ഇതും വിശാലമായുള്ള റൂമാണ്. ഇത് വലിയ എനിക്ക് മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് തോന്നുന്നു. അടിപൊളി ഒരു സ്പേസ്, നല്ല ഇത് കൊള്ളാം. ബാത്റൂം ഒരെണ്ണത്തിലേക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ദിസ് ഈസ് ദ ബാത്റൂം. ഇതാണ് ബാത്റൂം. യെസ്, എല്ലാ റൂമിലും അത്യാവശ്യം സൗകര്യമുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇനി ഇതേപോലെ തന്നെയാണോ മേളിലെന്ന് നമുക്ക് പോയി നോക്കണം. എനിക്കറിയില്ല, ഞാൻ മേളിലോട്ട് പോയില്ല. നമ്മൾ എന്തായാലും മേളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ നിൽക്കാം, മേളിൽ വേണമെങ്കിൽ നിൽക്കാം, എവിടെ വേണമെങ്കിൽ നിൽക്കാം. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ സംഭവം എന്താ, മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും AC യുടെ ആവശ്യമില്ലെങ്കിലും ഇവിടെ റൂമുകളിലൊക്കെ AC-യും വെച്ചിട്ടുണ്ട്, ഫാനും AC എല്ലാം ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ AC യുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മുകളിൽ പോകാനായിട്ട് പുറത്തുനിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മളപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ എന്ത് ലുക്കാടാ. ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോക്കിയേ, കാണിച്ചോളെ കോടയൊക്കെ ഇറങ്ങി വരുന്നത് മാത്രമല്ല, ഇത് ഫുൾ ഇവിടുന്ന് പൂള് കാണാം. ആ ഒരു എന്താ പറയാ, തണൽ മരത്തിന്റെ കൂട്ടത്തില് ഈ ഏലത്തിന് തണല് വേണം, തണല് വേണം, വെറ്റായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മരം വെച്ച് കൊടുക്കുന്നത്. ചൗക്ക എന്നാണ് ഈ മരത്തിന്റെ പേര്. ഇത് നമുക്ക് ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ പല സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ ഏലം പ്ലാന്റേഷനിലൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടും പിന്നെയും വെക്കും. എനിക്ക് ഇത് വെട്ടി പേപ്പർ ഉണ്ടാക്കാൻ അങ്ങനെ മറ്റേ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകായിരിക്കും. മുകളിൽ വരുമ്പോഴത്തേക്കിനും എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. നല്ല അടിപൊളി സ്പേസ്, നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. ഭയങ്കര വലിയ ബാൽക്കണി, അത് ഔട്ട്ഡോർ ബാൽക്കണിയാണ്. നമുക്ക് ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിന്ന് അവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മെയിൻ ഹൈലൈറ്റ് ശ്രദ്ധിച്ചോ, ഇവിടെ അടുത്തൊന്നും വീടും ബഹളമൊന്നും ഒന്നുമില്ല. നമ്മളിവിടെ കിടന്ന് ബഹളം വെച്ചാലും ആരും അറിയത്തില്ല, ആരും വരാനും ഇല്ല. അതെ, പക്ഷെ ഇവിടെ കെയർ ടേക്കർ ഉണ്ട്, സോ യു ആർ സേഫ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇറ്റ്സ് പ്യോർലി ഒരു എന്താ പറയാ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷന്റെ നടുവിലായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എനിക്കൊരു സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി മുകളില് 3 റൂംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്താ, അവിടെ റൂമുണ്ടാ? അത് ശരി, ഓക്കെ. അപ്പൊ ഇവിടെ പുറത്തുനിന്ന് തന്നെ ആക്സസ് ഉള്ളൊരു മുറി ഉണ്ട് അല്ലേ ഇവിടെ? അത് കൊള്ളാം, പൊളിച്ചു, അടിപൊളി. ഇവിടെ പുറത്തുനിന്ന് തന്നെ ആക്സസ് ഉള്ളൊരു മുറി ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ചക്ക, പ്ലാവ്, പിന്നെ അങ്ങനത്തെ ബാക്കി കൃഷി പരിപാടികൾ അതും ഇതൊക്കെ ഉണ്ട്. അതെന്തായാലും സംഭവം കൊള്ളാം. ഇത് നല്ല വലിയ റൂമാണല്ലോ. അതെ, അടിപൊളി, നൈസ്. ശരിക്കും മൊത്തത്തിൽ 6 മുറിയുണ്ട്. 6 മുറിയിലായിട്ട് വേണമെങ്കിൽ കുറെ ആളുകൾക്ക് കിടക്കാം, കുറെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് 2 റൂമുണ്ട്. അകത്ത് മൊത്തത്തിൽ മേളിൽ 3 റൂം, അതിലകത്ത് 2 റൂം, ഒന്നിവിടെ ഉണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം, എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം. ഈ മുറിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെയാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത്. അടിപൊളി. ഇത് കണ്ടാ, ഇത് കണ്ടോ, നമ്മൾ വരുന്നത് പ്രമാണിച്ച് അവർ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഈ ഫോട്ടോ ഇതാരാ? ഇത് ഏതാ? ഇത് അതാര് ബാബു? എടി, ഇത് നമ്മൾ മറ്റേ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞല്ലേ? ഇത് എന്റെ കുഞ്ഞുമാവയാ കേട്ടോ. ആണോ? ആശുപത്രിയിൽ ഇത് ഋഷി അല്ല, ഇത് വേറെ വാവ. ഈ കുട്ടി പറഞ്ഞ കേൾക്കാത്ത കുട്ടി. ഇത് വേറെ വാവയാണോ? ഇത് നമ്മുടെ സ്വന്തം വാവയാ. ആണോ? അല്ല, ഇത് കുഞ്ഞു വാവയാട്ടോ. അത് ഋഷിക്കുട്ടൻ തന്നെ കേട്ടോ. അതെ, ഇത് ഋഷിക്കുട്ടൻ കുഞ്ഞു ബാബു ഉണ്ടായിരുന്നപ്പോ എടുത്തതാ. ഉണ്ടോ? അവന് മനസ്സിലായില്ല ഋഷി വാവയാണ്. ആണോടാ? ആണോ? ഇത് പഴയ ഫോട്ടോ, അതായത് എനിക്കൊന്ന് ഋഷിയുടെ നെയിമിംഗ് സെറമണിക്ക് എടുത്താ ആ സമയത്ത് എടുത്ത ഫോട്ടോ. ഋഷിന്ന് പേരിട്ട സമയത്ത് എടുത്ത ഇതാ, അറിയോ? ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന നമ്മുടെ റൂം. ഈ താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, മുകളിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും, ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും വി ക്യാൻ സീ ദ ഹോൾ ബ്യൂട്ടി ഓഫ് ദ പ്ലാന്റേഷൻ. എന്ത് കളിക്കണം? എടുത്ത് കാണിക്കണം. ഓക്കെ, എടുത്ത് കാണിച്ചതാ. ഓക്കെ, എനിക്കറിയാം അമ്പമ്പിലും വിടാൻ. ഇതെങ്ങനെ പരിപാടി? ഇതെങ്ങനെ വിട? ഇത് ഇതിനകത്തോടെ വിടുന്നത്? ഇത് ഇതിനകത്ത് വിടണം. ഓക്കെ, ഇതിനകത്ത് ഞെക്കണം. ഇതിനകത്ത് കയറ്റി നിർത്തിയിട്ട്
ഗൈസ് ഞങ്ങളിപ്പോ എവിടെ പോയി ഇറങ്ങിയതാ? ആ ഇവിടെ കാടല്ലേ, ആന ഉണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കിക്കോണേ, ഇവിടെ കാടമ്പം പ്ലാന്റേഷന് ഇടയ്ക്ക് എവിടെങ്കിലും ഒക്കെ ആന ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇയാളോ ആനയെ കാണാൻ പോകുന്നത്? ആന ഉണ്ടാവും കേട്ടോ അവിടെ. ഇതെന്താണെന്നറിയോ? ഇത് ചുണ്ടയ്ക്ക. തൊടല് മുള്ളുണ്ടാവുമേ. നമ്മള് ചുണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ വത്തക്കുഴമ്പ് ഉണ്ടാക്കും. തമിഴ്നാട്ടിലുള്ള ആൾക്കാര്, ഞങ്ങളുടെ ആൾക്കാർ അതേപോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കും. നിനക്ക് ഇഷ്ടമാണോ ചുണ്ടേഫോൾ? ഇഷ്ടമാണോ ചുണ്ടേഫോള പച്ചട്ടി ജായ്വേ? ചുണ്ടേഫോള പച്ചട്ടി ജായ്വേ നക്കവേ? ചുണ്ടേഫോള പച്ചട്ടി ജായ്വേ തൊക്കെ നക്കവേ? അതെന്താ വേണ്ടാത്തേ? ഇഷ്ടല്ലേ? അതെന്താ ഇഷ്ടമല്ല? ഓ ചുണ്ടേഫോള പറ്റി ഇഷ്ടമല്ല. കഴിച്ചിട്ടുണ്ടോ? ദോശയാണോ വേണ്ടേ ഇഡ്ഡലിയാണോ വേണ്ടേ? You like dosha? Huh? How much do you like dosha? How much? So much or this much? Sambar. Dosha, you want dosha with sambar? ശരി. ഞങ്ങൾ വലിയ പുള്ളിയാ. ഞങ്ങൾ ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയും, അറിയാവുന്ന ഇംഗ്ലീഷിൽ. പിന്നെ മലയാളത്തിൽ ചോദിച്ചാൽ അറിയാവുന്ന മലയാളത്തിൽ മറുപടി പറയും. കൊങ്കണിൽ ചോദിച്ചാൽ അറിയാവുന്ന കൊങ്കണിയിൽ മറുപടി പറയും. 3 ഭാഷ ഋഷി ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഋഷി ഇംഗ്ലീഷ്, കൊങ്കണി, പിന്നെ മലയാളം. ഹിന്ദി ഞങ്ങളുടെ കോഡ് ഭാഷ ആയതുകൊണ്ട് അത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടില്ല. ഉടനെ പഠിപ്പിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ല. ഇത് ഏതാണ് മനസ്സിലായോ? ഏതാ? ഈ വലിയ പർപ്പിളിന്റെ അനിയൻ കുഞ്ഞാണ് വൈറ്റ്. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കണ്ടില്ലേ എനിക്ക് എന്ത് രസമാണെന്ന് എനിക്ക് കണ്ടാ. അതിന്റെ സെയിം വെള്ളയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ചെടികളൊക്കെ ഇടുക്കിയിൽ കുറേ ഉണ്ടാവും, അടിപൊളിയായിട്ടുണ്ടാവും. എന്ത് രസമല്ലേ? ഉണ്ടാവും, പക്ഷെ എന്നാലും ഇടുക്കിയിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് സൂപ്പർ ആയിട്ട് ഉണ്ടാവും ഇതൊക്കെ. ഫുഡ് നോക്കൂ. ചൂട് ബിരിയാണി, പിന്നെ മറ്റേ കപ്പയും പിന്നെ ബീഫും കൂടെ ചേർത്ത് ചെയ്തൊരു സാധനമുണ്ട്. പിന്നെ കപ്പ പുഴുക്കുണ്ട് ഇവിടെ. ശ്വേത, നമ്മുടെ ബീഫുണ്ട്, ബീഫ് ഫ്രൈ. ഇത് പനീർ, പിന്നെ ഇത് റൈത്ത, ഇത് മറ്റേ കപ്പയുടെ കൂട്ടത്തിലുള്ള സാധനം, പിന്നെ സലാഡ്, തൈര്, ഇത് ബീഫ്. ഇത് കഴിച്ചിട്ടുണ്ടോ ഈ സാധനം? ഞാൻ ആക്ച്വലി ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് മതി കുറച്ച് മതി. ഇഷ്ടപ്പെട്ടോ ബിരിയാണി? ബിരിയാണി ഇഷ്ടപ്പെട്ടോ? ബിരിയാണി ഇഷ്ടപ്പെട്ടോ? കഴിക്കാം കേട്ടോ. ഓ അത് ഓൺ ചെയ്ത് പാടണോ ഋഷിക്ക്? പാട്ട് പാടുവോ? പിന്നെ മിണ്ടണോ? ആ മിണ്ടിക്കോ ഋഷി. അമ്മേനെ വിളിക്കുക കേട്ടോ. അമ്മ ഓടി വാന്ന് പറ. ഋഷിക്ക് പാട്ട് പാടണമെങ്കിൽ ഋഷി പാട്ട് പാടിക്കൂ. പാട്ട് പാടുവോ ഋഷി? ആ അടിപൊളി. ഇത് എന്നാ വേണ്ടേ? ഒരാളവിടെ പാട്ടാണ്. ഞങ്ങളിവിടെ ക്യാരംസ് കളിയാണ് രാത്രിയില്. ആ വെൽക്കം ടു ഇവന് മയക്ക് കിട്ടിയപ്പോഴത്തേക്കിനും ഇവൻ യേശുദാസായി. ഇവൻ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. മയക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വിടുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ കളി കഴിഞ്ഞ് നിന്നെ തോപ്പിച്ചടി. പിന്നെ അല്ലാതെ 2, 4, 6, 8, 9, 10, 11, 12, 13, 14 പിന്നല്ല. നമുക്കിന്ന് പോകണ്ടേ? നമുക്കിന്ന് കോവിലൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. വട്ടവട കോവിലൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 2-2.5 മണിക്കൂർ യാത്രയുണ്ടെന്ന്. അത് ആക്ച്വലി മൂന്നാറല്ല, ഇടുക്കി ജില്ലയുടെ ഒരറ്റമാണ്. തമിഴ്നാട് ബോർഡറാണ്. അവിടെ നിന്ന് കാട്ടിലൂടെ ഏതാനും മണിക്കൂറുകൾ നടന്നാൽ കൊടൈക്കനാൽ എത്തും. പക്ഷെ നമുക്ക് നടക്കാൻ പറ്റില്ല, വഴിയില്ല, ഒന്നുമില്ല.
നമ്മൾ വളർന്ന് തിരിഞ്ഞു പോണം കൊടൈക്കനാൽ പോണെങ്കിലല്ലേ. അപ്പോൾ നമ്മൾ കോവിലൂർ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. മാട്ടുപ്പെട്ടി കുണ്ടല എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനിക് ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്ത് നമുക്ക് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ വി വിൽ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദെൻ വി വിൽ ഗോ. വി ആർ മാച്ച് ഭക്ത. ഇത് ബ്ലൂ ഇത് വേറെ ബ്ലൂ, ഇത് വേറെ ബ്ലൂ. ഇത് ഒരിക്കലും മാച്ച് അല്ല. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ മാച്ച്. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. ഓ വാവ്, ഇടിയപ്പം, മുട്ടക്കറി. ആർക്ക് വേണം മുട്ടക്കറി? ഇഷിക്ക് വേണം മുട്ടക്കറി. അവിടെ കേറിയ. അപ്പൊ ബൈ ബൈ. ഇഷ്ടപ്പെട്ടില്ല ഋഷിക്ക് ഈ സ്ഥലം? അടിപൊളി സ്ഥലമായിരുന്നു. ഇവർക്ക് പൂളില്ലാത്തൊരു വില്ലേജ് കൂടെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അത് 18 ഏക്കറോളം വരുന്ന ഒരു ഏല പ്ലാന്റേഷന്റെ നടുവില് ഒരു വീടാണ്. അത് ഇതിന്റെ പകുതി പ്രൈസൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഞാനിവരുടെ നമ്പർ കൊടുത്തേക്കാം, ശരിക്കാൻ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമ്മളിനി പോകുന്നു എവിടേക്കാ? വട്ടവട. നമ്മൾ കല്ലാർന്ന് കയറി പള്ളിവാസൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനുമാണ് ശരിക്കും മൂന്നാറിന്റെ ആ ഒരു യഥാർത്ഥ തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത്. ഒരു രക്ഷയില്ല. അതായത് ഈ നിമിഷ നേരങ്ങൾ കൊണ്ടായിരിക്കും ഇവിടുത്തെ വെതർ മാറുന്നത്. ചില സമയത്ത് നല്ല വെയിലുണ്ടാവും, ചില സമയത്ത് ക്ലൗഡി ആവും, ചില സമയത്ത് ഫോഗി ആവും, ചില സമയത്ത് ചെറിയ മഴ പെയ്ത് എന്താണ് എപ്പോഴാണ് ഏത് സമയത്താണ് വെതർ മാറുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചില സമയങ്ങളിൽ മൂന്നാറിന്റെ വെതർ മാറുന്നത്. എന്തായാലും മൺസൂൺ ടൈം ശരിക്കും ഇത്തവണ ഏർലി ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മഴകളൊക്കെ പെയ്തു തുടങ്ങുന്നത്. ഇപ്പം മിക്ക ദിവസങ്ങളിൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇവിടെ മഴയുണ്ട്. എന്തായാലും പള്ളിവാസലിന്റെ ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ആ ഒരു നമ്മുടെ ഹൈവേ, നാഷണൽ ഹൈവേ, മൂന്നാറിന്റെ നാഷണൽ ഹൈവേ പോകുന്ന ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിപ്പോ മൂന്നാർ ടൗണിന്റെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യും തോന്നുന്നു കേട്ടോ. എനിക്ക് 5 മിനിറ്റ് മുമ്പ് വെയിലായിരുന്നു. നിമിഷ നേരങ്ങൾ എങ്ങനെയാണേലും മൂന്നാർ ഭംഗിയാ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഈ വലതുവശത്ത് കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ KSRTCയുടെ പമ്പുണ്ട്. ഞാൻ ഇതുവരെ KSRTCയുടെ പമ്പിൽ നിന്ന് അടിച്ചിട്ടില്ല. നമുക്ക് അടിച്ചാലോ? KSRTCയുടെ ഡീസൽ അടിച്ചാൽ KSRTC പോലെ വണ്ടി ഓടുവോ? നോക്കാം. ഇവിടെ തിരക്കാണ് ഗൈസ്, ഫുള്ള് അടിപൊളി. ഇവിടെ ഫുൾ ക്യൂ നിൽക്കുവാണ് ആൾക്കാര്. ഇവിടെ ഭയങ്കര തിരക്കാണ്. KSRTCയുടെ പമ്പിൽ എണ്ണ അടിക്കാൻ അമിതമായ തിരക്ക് ഗൈസ്. പിങ്ക് കഫേ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പൂട്ടി കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പൂട്ടി കിട്ടിയല്ലേ? ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. അത് ഇപ്പൊ തൽക്കാലം ഓടുന്നുണ്ട്. ഉടനെ ഒന്നും പൂട്ടി കെട്ടാൻ സാധ്യതയില്ല. കുറെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകള്, തമിഴ്നാട് RTCയുടെ ബസ്സൊക്കെ കിടപ്പുണ്ടല്ലേ. ആ നീല കളറിലെ പെയിന്റ് എടുത്ത സാധനം കണ്ടോ? അത് KSRTCയുടെ ഡോർമിറ്ററി ആയിട്ട് അവര് കൊടുത്തിരുന്ന സാധനമാണ്. അതിപ്പോ ഇല്ലേ? അത് കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല എന്താ സംഭവം. ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. ഉണ്ടാവുമായിരിക്കും. എക്സ്പ്രസ്, ഡീലക്സ്, സൂപ്പർ ഫാസ്റ്റ് 3 കൂടെ കിടക്കുന്നുണ്ടോ? അടിപൊളി ഫ്രീ. അപ്പൊ അവിടെ ആ നമ്പർ ഉണ്ടോ? അവിടെ വിളിച്ചിട്ട് റൂം അവൈലബിൾ ആണെന്ന് ചോദിക്കാം. നമുക്ക് ഇപ്പൊ തന്നെ കൺഫേം ചെയ്യാമല്ലോ സാധനം ഉണ്ടോന്ന്. KSRTC മൂന്നാർ റൂംസ് അവൈലബിൾ, ഡെയിലി സൈറ്റ് സീയിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഡബിൾ ഡെക്കർ ബസ്സിന് ടൈമിംഗ് കൂടെ ചോദിക്കണേ, എത്ര മണിക്കാണ്, ബുക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണേ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് മൂന്നാർക്ക് ഒരു സൂപ്പർ ഡീലക്സ് ബസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ KSRTC മേലെ ടച്ചൊക്കെ വിട്ടുകൊണ്ട് അതിവിടെ കിടപ്പുണ്ട്. കണ്ണൂരുള്ള ആളുകൾക്ക്, കണ്ണൂർ കോഴിക്കോടുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ഈ സൂപ്പർ ഡീലക്സ് ബസ്സിൽ കയറിയാൽ ഇവിടെ KSRTCയിൽ മൂന്നാറിൽ വന്നിറങ്ങാൻ പറ്റും. 04865230201 എന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഫോൺ കണക്ട് ആവുന്നില്ല മിസ്റ്റർ KSRTC. ഇത് കറക്റ്റ് നമ്പർ ആണോ ഇങ്ങനെ 04865230201 എന്ന് പറയുന്നത്? ഡിയർ KSRTC, നമ്മൾ നിങ്ങളുടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കണക്ട് ആവുന്നില്ല, പിന്നെ എങ്ങനെ റൂം ബുക്ക് ചെയ്യും? അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ വന്ന് നമ്മൾ വണ്ടിക്ക് ഡീസലൊക്കെ അടിച്ച് നമ്മൾ ഇനിയിപ്പം മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി പോകുമ്പോഴാണ് ഇതിന്റെ ഡെഡ് എൻഡ് ആണ് ശരിക്കും കോവിലൂർ അല്ലെങ്കിൽ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഏകദേശം 45 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഒരു 1.25-2 മണിക്കൂർ ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രാഫിക് മറ്റൊക്കെ ആയിട്ട് എടുക്കും. കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു റൂട്ടും കൂടിയാണ് ഈ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. കട്ട ബ്ലോക്കാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കുന്നത്. എനിക്ക് ശരിക്കും ഇതൊരു വീക്കെൻഡ് പോലും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, എന്നിട്ടും എന്ത് തിരക്കാണെന്ന് നോക്ക്. ഇവിടെ സുവനീർ ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കും. സുവനീർ ഷോപ്പുകൾ, മറ്റേ ഈ പറഞ്ഞ പോലെ ഓരോ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ മാട്ടുപ്പെട്ടി റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് KFDCയുടെ ഒരു സ്ഥലം കാണാം. അവിടെ ഒരു റോസ് ഗാർഡൻ ഉണ്ട്. അവിടെ കുതിര സവാരിയും മറ്റുമൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളൊക്കെ തണുപ്പ് ആസ്വദിക്കാൻ മണാലിയിലും കശ്മീരിലും ലഡാക്കിലും പോകുമ്പോൾ
പറയുമ്പോൾ അവരൊക്കെ തണുപ്പും ഹണിമൂണും ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊക്കെ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ. അവിടെ ഈ വെതറും ഈ ഒരു ടെറൈനും അവിടെ കിട്ടില്ല, അവിടുത്തെ സംഭവം ഇവിടെയും കിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കിളുന്ത ഇലകളാണ് ഇവിടെ തേയില കാണാൻ സാധിക്കുന്നത്. അതായത് ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഈ കിളുന്തല തേയിലച്ചെടികളുടെ കിളുന്തലകൾ കാണാനാണ് ഭംഗി. അതായത് അല്ലെങ്കിൽ ഫ്രഷ്ലി പുതിയതായിട്ട് വെച്ച തേയില ചെടികളൊക്കെ കാണാൻ, അല്ലെങ്കിൽ ഈ പ്രൂണിങ് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കിളിച്ച് വന്ന ഇലകളൊക്കെ കാണാനാണ് ഭംഗി. ഈ തേയിലയുടെ ചെടി ഇങ്ങനെ ഇതിന്റെ വളർച്ച കൂടുന്തോറും ഇതിന്റെ ഇലയുടെ കളർ ഇങ്ങനെ ഡാർക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പച്ചപ്പ് ഡാർക്ക് പച്ചയിലേക്ക് പോവാതെ ലൈറ്റ് പച്ച, അതായത് തത്തപ്പച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പച്ചയിലേക്ക് വരികയാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അത് കാണാൻ വേണ്ടി എത്ര ആയിരം ആൾക്കാരാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാവോ? എത്ര വാഹനങ്ങളാണ് അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാവോ? ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന നമ്മുടെ ഈ റോഡുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ റോഡിലൂടെ ഒരു ആനവണ്ടിയും കൂടെ കിട്ടായിരുന്നു, ഒന്നും കൂടെ ഭംഗിയായിരുന്നു. അപ്പൊ അതിമനോഹരമായിട്ടുള്ള ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ കിടിലൻ്റെ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണണം. അവിടെ ഒരു ആകാശ ദൃശ്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തേയിലത്തോട്ടങ്ങൾ എവിടെ നിന്ന് നോക്കിയാലും, എങ്ങനെ നോക്കിയാലും, ഏത് രീതി നോക്കിയാലും, എത്ര ഫോട്ടോ എടുത്താലും അടിപൊളിയാണ്, കിടുവാണ്, ഭംഗിയാണ്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ മൂന്നാറിൽ ഞാൻ 2 ദിവസമായിട്ട് ഈ മൂന്നാർ പരിസര പ്രദേശങ്ങളിലുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വൻ ശോകമാണ്. എയർടെലും ജിയോണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടും വൻ ശോകമാണ്, ഭയങ്കര മോശമാണ്. പല സ്ഥലത്തും നമുക്ക് നെറ്റ്വർക്ക് കിട്ടത്തില്ല, ഭയങ്കര വീക്കാണ്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് ഈ മൊബൈൽ കമ്പനിക്കാരൊക്കെ എന്നാ ചെയ്തോണ്ടിരിക്കാന്ന് എനിക്ക് അറിയത്തില്ല. ഇതിലും നെറ്റ്വർക്ക് ഉണ്ട്, കാശ്മീരിലും ലഡാക്കിലും, നമ്മളെങ്കിൽ ആ പാസിൽ വരെ അത്ര ഇതിലും അടിപൊളിയാണ് അവിടെ നെറ്റ്വർക്ക്. ഇവിടെ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാമിന്റെ ആ ഒരു ഭാഗം. ശരിക്കും ഇത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തിപ്പോൾ പോകും. ഇവിടെ വെള്ളം തീരെ കുറവാണ്. ഇവിടെ മറ്റേ ഡാമിൽ ബോട്ടിങ്ങും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം തീരെ കുറവാണ്. ഇപ്പം പണ്ടൊക്കെ ഇവിടെ വന്നോണ്ടിരുന്നപ്പോഴത്തേക്കിനും തിരക്കൊന്നും ഇല്ലാത്ത ഏരിയ ആയിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാ. പിന്നെ അവധിയും കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഞാനിവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. ഇവിടെ ഇപ്പോഴും പല സ്ഥലത്തും പാർക്കിംഗ് പോലും മര്യാദക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയും വണ്ടികൾ വരുന്ന സ്ഥലത്ത് ഈ ബസ്സുകളൊക്കെ വന്നൊന്ന് തിരികണെ തന്നെ എന്ത് പാടാന്നറിയോ പല സ്ഥലത്തും. എന്നാൽ ഈ ഡാമിന്റെ ആൾക്കാർക്കൊക്കെ ഇവിടെ പാർക്കിംഗ് ഒക്കെ റെഡിയാക്കി കൊടുത്തുകൂടെ? ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അതൊന്നും തികയുന്നില്ല. മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് വരുന്നത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ എക്കോ പോയിന്റിൽ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടികൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം. ധാരാളം വണ്ടികൾ, തിരക്കാണ്, നല്ല തിരക്കാണ്, നല്ല ക്രൗഡാണ്. കുണ്ടല ഡാം കഴിഞ്ഞ് നമ്മൾ ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെ ആ ഒരു കാച്ച്മെന്റ് ഏരിയയുടെ സൈഡിൽ കൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. വളരെ സീനിക് റൂട്ടാണ്, തിരക്കാണ്. ഇപ്പം മൊത്തത്തില് അവധിയല്ലേ. ആ എക്കോ പോയിന്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ഈ തേയിലത്തോട്ടങ്ങൾക്ക് സമീപത്തായിട്ടുള്ള ചെറിയ ഗ്രാമങ്ങളുണ്ട്. അതായത് ഈ തേയിലത്തോട്ടത്തിലെ ഈ തൊഴിലാളികളും മറ്റുമൊക്കെ താമസിക്കുന്ന ലയങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള വീടുകളും മറ്റുമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം. അതിനടുത്തൊക്കെ അവർ കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാട്ടുപ്പെട്ടി ആ ഒരു കാച്ച്മെന്റ് ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തേയിലത്തോട്ടം കാണുന്നത്. ഈ തേയിലത്തോട്ടങ്ങൾ ശരിക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെന്നറിയോ? ഇത് മൊത്തം ഇവിടെ മരങ്ങളായിരുന്നു. ഈ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞിട്ടാണ് ഈ തേയില ഇവിടെ നട്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് തേയിലത്തോട്ടങ്ങൾ വന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിലെ മരങ്ങളെല്ലാം വെട്ടിയിട്ടാണ് അവിടെ തേയില നട്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കുണ്ടല ഡാം കാണാൻ സാധിക്കും. ഈ കുണ്ടല ഡാമിലും ഈ പറഞ്ഞ പോലെ ബോട്ടിങ്ങും മറ്റു എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. പൊതുവെ ഈ ഒരു റൂട്ടിൽ വരുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ഷെഡ്യൂളാണ് മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, എക്കോ പോയിന്റ്, അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ വരെ പോകും ഈ റൂട്ടിൽ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾ രാവിലെ മൂന്നാറിന് വിടുകയാണെങ്കിൽ ഈ ടോപ്പ് സ്റ്റേഷൻ വരെ പോയിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം നിങ്ങൾക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകാവുന്ന ഒരു അടിപൊളി റൂട്ടാണ്. ഈ വഴി എത്ര മുന്നോട്ട് പോയാലും തിരിച്ച് മൂന്നാറിലേക്ക് വരാതെ വേറെ അങ്ങ് പോകാൻ പറ്റില്ല. കാരണം ഈ വഴി അങ്ങ് കോവിലൂർ വട്ടവടി പോയിട്ട് ഡെഡ് എൻഡ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല.
ഓ നീ ഇന്ന് പർപ്പസ്ഫുള്ളി റെഡ് ഇട്ടതാ അല്ലേ? തേയിലത്തോട്ടത്തിനിടയിലൂടെ പോകുമ്പോ ഭംഗിയോടെ നിക്കാൻ വേണ്ടി റെഡ് ഇട്ട് കഴിഞ്ഞാൽ പച്ചയിടയ്ക്ക് റെഡ് ഭയങ്കര ഭംഗിയായിരിക്കും. എനിക്കാണെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞോടുകൂടി ഒരു നെറ്റ്വർക്കും വന്നിട്ടില്ല, റേഞ്ചും ഇല്ല, എയർടെലും ഇല്ല, ജിയോ ഇല്ല. BSNL ഉണ്ടോന്ന് അറിയത്തില്ല. BSNL ആരും ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടത്തില്ല. BSNL അറിയത്തില്ല. എന്തായാലും ജിയോയ്ക്ക് എയർടെലിനും റേഞ്ച് ഇല്ല ഇവിടെ. ഇത് തമിഴ്നാടാ? തമിഴ്നാട് ഇത്. അതെങ്ങനെ തമിഴ്നാടാവുന്നേ? തമിഴ്നാടായത് ഇല്ലെന്ന്. മാപ്പ് എടുത്ത് ചിലപ്പോ ഇവിടെ അങ്ങോട്ട് ചിലപ്പോ ടോപ്പ് സ്റ്റേഷൻ ഇരിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും. തമിഴാ. മാപ്പ് എടുത്ത് നോക്കാൻ റേഞ്ച് ഇല്ലടാ, ഇവിടെ റേഞ്ച് ഇല്ല. 1000 ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇവിടെ നെറ്റ്വർക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് കഷ്ടമല്ലേ. എന്തെങ്കിലുമൊക്കെ പറ്റിയ ആൾക്കാർക്ക് എങ്ങനെയും എന്തെങ്കിലും ചെയ്യണമല്ലോ, കോണ്ടാക്ട് ചെയ്യണമല്ലോ പോലും സൗകര്യമില്ല. അങ്ങനെ നമ്മൾ ആ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ഫർദർ മുന്നോട്ട് പോവാണ്. ഇവിടെ തന്നെ ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട് കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. റോഡ് ഓക്കെ ആണ്, കുറച്ച് മോശമാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ വട്ടവട ഗ്രാമപഞ്ചായത്ത് ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വട്ടവട എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ഒരു ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പോയിട്ട് പേരും ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് പോകാനായിട്ട്. അതായത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള ആ ഒരു ഗ്രാമത്തിലേക്കാണ്. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു ചെറിയ കാട്ടിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു പുൽമേട്. അവിടെ പുൽമേട്ടിലേക്ക് പ്രവേശിക്കരുതെന്നും പറഞ്ഞ് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല, കിടിലം വഴി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാമ്പാടും ഷോല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിന്റെ അവിടേക്കാണ്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ ഈ ഒരു ടെറൈനൊക്കെ മാറി ഒരു പ്യോർലി ഒരു ഡിഫറെന്റ് സ്ഥലം. അങ്ങനെ നമ്മൾ വട്ടവട ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കയറിയിരിക്കുകയാണ്. വട്ടവട എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഡെഡ് എൻഡ് ടൗൺ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ജീപ്പ് സഫാരി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വരും. നൈറ്റ് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് ഇവർ കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ജീപ്പ് സഫാരി ഒന്നും വേണ്ട അല്ലേ, ഒരു ജീപ്പ് സഫാരിയുടെ ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വട്ടവട ടൗൺ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കേരള തമിഴ്നാട് ബോർഡറിലെ കുറച്ച് കാഴ്ചകളും, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് നാളെ കാണാം. എന്തായാലും ഇവിടെ വരെയുള്ള ഒരു യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഇനി ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. എന്തായാലും സംഭവം പൊളിയാണ്. അപ്പോൾ നാളെ കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും